മലയാളി ഇന്ന് ബഹിരാകാശത്തേക്ക്. ഇന്ത്യൻ സമയം രാത്രി 8:17 എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് അഭിമാന നിമിഷമാവുകയാണ്. ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോന്റെയും ഉക്രൈൻകാരി എലിസബത്ത് സ്മോയിലങ്കോയുടെയും മകനാണ് അനിൽ മേനോൻ. ഡോക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, US സ്പേസ് ഫോഴ്സിലെ പൈലറ്റ്. അങ്ങനെ താൻ ഏറ്റെടുത്ത കടമകളെല്ലാം ഏറ്റവും മികച്ചതാക്കിയ അനിൽ മേനോന് ഈ ദൗത്യവും വിജയകരമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത്. ബഹിരാകാശ യാത്രകളിൽ നേരിടുന്ന മെഡിക്കൽ വെല്ലുവിളികൾ, അതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ യാത്ര. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടത്തിലേക്ക് നാസയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോൻ എത്തുമ്പോൾ പാലക്കാടിനും ഒറ്റപ്പാലത്തിനും അഭിമാനിക്കാം. ജനിച്ചത് അമേരിക്കയിലാണ്. ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ മലയാളിയായ ആദ്യ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ പിന്മുറക്കാരനാണ് അനിൽ മേനോൻ. 8 മാസം നീളുന്ന പദ്ധതിക്കാണ് അനിൽ മേനോൻ ഉൾപ്പെട്ട സംഘം കസാക്കിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ നിന്ന് ചൊവ്വാഴ്ച പുറപ്പെടുക. 8 മാസത്തോളം അനിൽ ബഹിരാകാശത്തുണ്ടാകും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അഡ്വക്കേറ്റ് ജനറലായ ആദ്യ ഇന്ത്യക്കാരനായ ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ കൗൺസിൽ അംഗമായിരിക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രാജിവെക്കുകയായിരുന്നു. ചേറ്റൂരിന്റെ 3ാമത്തെ മകളാണ് കിഴക്കേപ്പാട്ട് പാലാട്ട് മാധവിയമ്മ. മാധവൻ അറത്തിൽ കാണ്ടത്തിന്റെയും മാധവിയമ്മയുടെയും 2ാമത്തെ മകളാണ് കല്യാണിക്കുട്ടിയമ്മ. ഇരുവരുടെയും മങ്ങാട്ട് ഗോപാൽ മേനോന്റെയും മകനാണ് അനിൽ മേനോന്റെ അച്ഛൻ കിഴക്കേപ്പാട്ട് പാലാട്ട് ശങ്കരമേനോൻ. ഉക്രൈനിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയ ലിസ സാമോലങ്കോയാണ് അനിൽ മേനോന്റെ അമ്മ. ബഹിരാകാശ ശാസ്ത്രജ്ഞയായ അന്ന മേനോനാണ് ഭാര്യ. പ്രണയത്തിന് ശേഷം 2016 വിവാഹിതരായ 2 പേർക്കും 2 മക്കളുണ്ട്, ജെയിംസും ഗ്രേസും. അച്ഛമ്മയായ കല്യാണിക്കുട്ടിയമ്മയെ കാണാൻ അനിൽ മേനോൻ പാലക്കാട്ട് എത്താറുണ്ടായിരുന്നു. 2024 അവസാനം വന്നത്. ആ വർഷം കല്യാണിക്കുട്ടിയമ്മ മരിച്ചു. അച്ഛൻ KP ശങ്കരമേനോൻ ഇപ്പോൾ അമേരിക്കയിലാണ്. ഇടയ്ക്ക് ദില്ലിയിൽ വന്ന് താമസിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. അനിൽ മേനോൻ കൂടി ഭാഗമാകുന്ന സോയൂസ് MS-29 ബഹിരാകാശ പേടകത്തിലെ ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം രാത്രി 8:17 നടക്കും. 8 മാസം നീണ്ടു നിൽക്കുന്നതാണ് മൂവർ സംഘത്തിന്റെ യാത്ര. അടുത്ത വർഷം ഏപ്രിലാണ് മടക്കം. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് അനിൽ മേനോൻ. ഏകദേശം 8 മാസത്തോളം ബഹിരാകാശത്ത് കഴിയും. 2 റഷ്യൻ ശാസ്ത്രജ്ഞരും ദൗത്യത്തിന്റെ ഭാഗമാണ്. പാതി മലയാളിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണ് എങ്കിലും കേരളം ഈ അഭിമാനത്തെ നെഞ്ചേറ്റുകയാണ്. ഹാർവാർഡിൽ നിന്ന് ന്യൂറോബയോളജിയിൽ ബിരുദം നേടിയ അനിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു. US വ്യോമസേനയിൽ കേണലായിരുന്നു. 2014 അനിൽ മേനോൻ നാസയിൽ ഫ്ലൈറ്റ് സർജനായി എത്തുന്നത്. എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറായ അദ്ദേഹം ബഹിരാകാശ ഗവേഷകരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ചൊവ്വ ഗവേഷണത്തിലാകും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹം അടക്കമുള്ള ചാന്ദ്ര ചൊവ്വ ബഹിരാകാശ ഗവേഷണത്തിലാകും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹമടക്കമുള്ള സംഘം ഏർപ്പെടുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.